എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് അതിന്റെ തുടക്കമെന്ന്. മുൻപൊരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിവളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേര് എഴുതി അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. പറഞ്ഞത് വളരെ ശരിയാണ്. എന്നു മുതലാണ് കുപ്പിവളകളോട് ഇത്രയും ഒബ്സഷൻ എനിക്ക് തുടങ്ങിയതെന്നറിയില്ല. പക്ഷേ ഇപ്പം കുപ്പിവള കാണുമ്പോൾ ഒരു തുള്ളിച്ചാട്ടമാണ്. കാണുന്നിടത്തൊക്കെ വാങ്ങി വെക്കാൻ തോന്നും. പക്ഷേ വല്ലപ്പോഴും അല്ലേ ഇടുന്നതെന്നോർത്ത് പല സമയങ്ങളിലും ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. അങ്ങനെ എൻ്റെ കുപ്പിവളകളൊക്കെ ഭയങ്കര ഇസ്തറ്റിക്കായിട്ട് ഭംഗിയിൽ സൂക്ഷിക്കാൻ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. വാ, ഇതാണ് ആ ഐറ്റം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ റേറ്റിന് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കാം. കുറേ ദിവസമായി ഇതിങ്ങനെ വന്നിട്ട്. കുപ്പിവളകളൊക്കെ ഇങ്ങനെ പാത്രത്തിലിട്ടാൽ പൊട്ടിയും പൊളിഞ്ഞും പോകുന്നത് കൊണ്ട് വിഷമം സഹിക്കാൻ പറ്റാതെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതാകുമ്പം ഓരോ കോലിലായി ഇങ്ങനെ കോർത്ത് ആ പെട്ടിയിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഭംഗി നോക്കി ഭംഗിയിൽ അടുക്കി വെക്കുമ്പോൾ ആഹാ എന്തൊരു സന്തോഷം. അടുക്കി വെച്ച് കഴിഞ്ഞ് ആ പെട്ടി അടിച്ചിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. എന്തായാലും ഇനി ഇട്ടില്ലെങ്കിലും വിഷമമില്ല, നോക്കിയിരിക്കാനെങ്കിലും ഭംഗിയുണ്ടല്ലോ. എനിക്ക് പിന്നെ ഈ കയ്യിൽ കുപ്പിവള ഇടുമ്പം 6ഉം 12ഒന്നും പോലെ മിനിമം 24 എണ്ണം ഇങ്ങനെ നിറയെ ഇടാനാണ് ഇഷ്ടം. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ അങ്ങനെയാണ് ഇടാറും. അപ്പോൾ ഇതിങ്ങനെ അടുക്കി വെച്ച് അതിലിങ്ങനെ തൊട്ട് തലോടി അടച്ചു വെച്ചപ്പോൾ ആഹാ നിർവൃതി. ഈ പെട്ടിയും ഇതുപോലെ ഒരുപാട് പെട്ടികൾ നിറയ്ക്കുക എന്നതാണ് ഇനി അടുത്ത ലക്ഷ്യം. അപ്പം ശരി, ബൈ.